ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ ഒരു കട്ടൻ ചായ ഇട്ട് ഇന്നത്തെ ദിവസമാണ് തുടങ്ങിയ കേട്ടോ. അപ്പോൾ ഈ കപ്പും അരിപ്പും നമ്മുടെ രാമചന്ദ്രന് പോയപ്പോൾ വാങ്ങിച്ചാണ്, ഞാനല്ല ചിന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ മാരേജിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി പോയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പ്രതിനിധിയായിട്ട് ചിന്നുവാണ് പോയത്. അപ്പം രാമചന്ദ്രനും കയറിയായിരുന്നു. വേറെയും ടെക്സ്റ്റൈൽസിലൊക്കെ കയറി, പക്ഷേ പേരുകളൊക്കെ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ രാമചന്ദ്രനിൽ നിന്ന് വാങ്ങിച്ചാണ് ഈ സാധനങ്ങൾ. കപ്പിന് 95ഉം അരിപ്പിന് 13 18 ആണ് റേറ്റ് കേട്ടോ. കറക്റ്റ് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് കപ്പിൻ്റെ അരിപ്പിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഉദ്ഘാടനം വളരെ ഭംഗിയായി ഞാൻ തന്നെ ഉദ്ഘാടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പുട്ടും റോബസ്റ്റ് പഴമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ പഴമാണ്, പ്രത്യേകിച്ച് വളങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള കരിയിലകളും പച്ചക്കറി വേസ്റ്റൊക്കെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല വലിയ കൊലയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പുട്ടും പഴവുമാണ്. ഒരു കട്ടനും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം തീരാൻ ഇനി ഒരു മാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വിചാരിച്ചു ഈ വർഷം എൻ്റെ യൂട്യൂബ് ചാനൽ നല്ലതുപോലെ വീഡിയോസൊക്കെ വേണം, ആക്റ്റീവ് ആവണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഈ വർഷം തീരാൻ ഇനി ഒരു മാസമേ ഉള്ളൂ. ഞാൻ ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നു, ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചല്ലേ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ശേഷിക്കുന്ന ഒരു മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു 50% ആത്മാർത്ഥമായി ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് വീണ്ടും തുടങ്ങിയത്. അപ്പോൾ അതായത് വീട്ടിൽ ഓണത്തിന് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും കാടെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊന്ന് വെറുതെ ഇരിക്കില്ല, എന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. അപ്പോൾ അതാ ഈ ബലൂൺ കണ്ടു, പണ്ട് നമ്മൾ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന മത്തങ്ങ ബലൂൺ, അതാണ് കേട്ടോ. ഇത് എവിടുന്നോ കാക്ക കൊണ്ടുവന്ന് ഇട്ടതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളും ഉത്സവങ്ങളും അമ്മുമ്മയും അച്ചാമ്മയൊക്കെ ഉള്ളൊരു കാലമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ആ കാലത്തേക്ക് എന്നെ കൊണ്ടുപോയ ഈ ബലൂൺ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട കാക്കയ്ക്ക് ഒരുപാട് നന്ദി. അപ്പോൾ അതായത് നമ്മുടെ മറിയാമ്മയും മക്കളും ഒക്കെ ഇവിടെ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവരും റെസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ടെറസിൻ്റെ മുകളിൽ കുറച്ച് കരിയിലുണ്ടായിരുന്നു, അതും തൂക്കണം. അത്തിമരത്തിലൊരു പഴയ സാരി എടുത്തതുപോലെ തൂക്കിയിടണമെന്നുണ്ടായിരുന്നേ. കാരണം അത്തിമരത്തിൽ ഇഷ്ടം പോലെ കായ്കളുണ്ട്. അപ്പം വവ്വാലുകൾ രാത്രി വന്നിട്ട് എല്ലാം കടിച്ചു ഒപ്പിയിടുകയാണ് കേട്ടോ. ഈ അത്തിമരം മുറിച്ച് കളയാൻ അമ്മയും ചിന്നുവിൻ്റെ കൂടെ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പഴങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാതെ കഴിക്കുന്നില്ലേ. അപ്പോൾ അതിനെ ഇങ്ങനെ മുറിച്ച് കളയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ചിന്നുമായിട്ട് ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അടിയും വഴക്കായി കേട്ടോ. അടിയായില്ല, വഴക്കായി. ഞാനിത് മുറിക്കാൻ സമ്മതിക്കാതെയൊക്കെ നിർത്തിയതാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഇഷ്ടം പോലെ കായുണ്ട്. പക്ഷേ നമുക്കത് പഴുത്ത് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം പകുതി വവ്വാലും ഉണ്ടും, പകുതി അത് മൊത്തം കേടായിട്ടാണ് വരുന്നത് കേട്ടോ. ശേഷിക്കുന്ന ഒരു 5 6 ഒക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. എന്നാലും അത് നമ്മളെ മരത്തിൽ നിന്ന് പറിച്ച് തിന്നുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് അതൊന്നും വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുപോലെ സാരി ഇട്ട് വെക്കാം, അതാകുമ്പോൾ വവ്വാൽ വന്ന് അങ്ങനെ ഇരിക്കത്തില്ലല്ലോ. എന്തോ അതിനകത്ത് ഇട്ടേക്കാന്ന് വിചാരിച്ച് അതുങ്ങൾ പോകുമെന്നുള്ള ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. എന്താവുമെന്ന് കണ്ടറിയാം. അപ്പം ഞാൻ അതിന് വല ഇട്ടു. പിന്നെ അതാ ടെറസിലുണ്ടായിരുന്ന ചവറെല്ലാം തൂത്ത് തൊട്ടപ്പുറത്തെ കണ്ടത്തിലോട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്ന് താഴെ ഇട്ടിട്ട് ഇനി അത് തൂത്തുവാരി ഒരു സ്ഥലത്ത് കൂട്ടി കത്തിക്കണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ എന്തായാലും ടെറസിലെ പരിപാടികൾ മൊത്തം ഇന്ന് തന്നെ അങ്ങ് തീർത്തു. അപ്പോൾ ലാസ്റ്റ് ഇതുപോലൊരു വല ഇട്ട് കേട്ടോ. ആ വല ഇട്ടേക്കുന്ന കായെങ്കിലും അതിനകത്ത് ഉണ്ടാവും. ബാക്കിയെല്ലാം വവ്വാല് കൊണ്ടുപോകുമായിരിക്കും. കൊണ്ടുപോക്കോട്ടെ, ഈ ലോകം അവരുടേതും കൂടിയല്ലേ. അങ്ങനെ ടെറസിലെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ നമ്മളെ ബേബിമ്മ റേഷൻ കടയിൽ പോകാനായിട്ട് വന്നു. അപ്പോൾ ബേബിമ്മ വന്ന സമയത്ത് എനിക്കൊരു ഡാലിയ ചെടിയിൽ ഒരു ചെറിയൊരു തണ്ടും കൂടി കൊണ്ട് തന്നായിരുന്നു. എന്നിട്ട് കൈ തന്നിട്ട് പറഞ്ഞു, മക്കൾ ഇതുകൊണ്ട് നട്, ഇത് ഡാലിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാളൊരിക്കൽ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരു തൈ വേണമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ആളെൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഇന്ന് നടലാണ് അടുത്ത പരിപാടി. കൈ ഉടനെ അങ്ങ് നട്ട് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് കഴിയും. അല്ലാതെ പിന്നടുത്തേക്ക് മാറ്റി വെച്ചാൽ ചെടി ചിലപ്പോൾ പിടിച്ച് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ചെറിയൊരു തണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു ബക്കറ്റിൽ അങ്ങ് നട്ട് വെക്കാമെന്ന്. ഡാലിയൊന്നും അങ്ങനെ തറയിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റാവില്ല. അപ്പോൾ ഇതുപോലെ ബക്കറ്റിലൊക്കെ നടുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഞാൻ ഡാലിയതാ അതിൽ നിന്ന ചെടി ഞാൻ പുഴുത് കളഞ്ഞു. ആ ചെടിയിൽ 1 2 പൂക്കളേ ഉള്ളൂ. അത് വർഷത്തിലോ അമാവാസിയിലോ ഇങ്ങനെ 1 2 പൂക്കും, പിന്നെ അത് മൊത്തം ഇങ്ങനെ കാട് പോലേക്ക്. അപ്പോൾ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഒന്നെങ്കിൽ അത് പൂക്കണം, അല്ലെങ്കിൽ അത് കായ്ക്കണം. അല്ലാതെ വെറുതെ നിന്ന് കളയുന്നതിനോട് എനിക്ക് വലിയ അങ്ങനെ വളർത്താൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ചെടി മാറ്റിയിട്ട് എൻ്റെ ഡാലിയ നട്ടു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉച്ചയ്ക്കുള്ള സമയമായി. അപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ചിന്നുവിനാണ്. അപ്പോൾ തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ ചിന്നു സ്പെഷ്യലായിട്ട് പയർ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂട്ടി ഉച്ചയൂണും അങ്ങ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.